ആകാശത്തിനും പാതാളത്തിനുമിടയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്. ബോസ്നിയൻ ഹെർസിഗോവിനയുടെ മടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന ക്രാവിച്ച വാട്ടർഫോൾ. പച്ചപ്പിന്റെ പുതപ്പിൽ സ്വർഗീയ സംഗീതമൊരുക്കി നമ്മുടെ ഹൃദയത്തിന് കുളിർമയുടെ സ്പർശം നൽകുന്ന ഈ ദിവ്യലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ബോസ്നിയയുടെ ഫേമസ് പട്ടണമായ മോസ്റ്റാറിൽ നിന്ന് 40 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നത്. പോകും വഴി നേരെ കാണുന്നതാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറി മാതാവിൻ്റെ സെൻറ്റ് ജെയിംസ് ദേവാലയം. നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡ് ടേൺ ചെയ്ത് ഒരു 20 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. ഈ കാണുന്നതാണ് ക്രാവിച്ച വാട്ടർഫോളിൻ്റെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയിട്ടുള്ള എൻട്രൻസ് ഏരിയ. എൻട്രി ഫീ ആയി 10 യൂറോയാണ് പെർ ഹെഡ് ഈടാക്കുന്നത്. നമുക്കത് കഴിഞ്ഞ് ഈ വഴിയെയാണ് പോകേണ്ടത്. ആ കാണുന്ന കാടിന് നടുവിൽ പതഞ്ഞൊഴുകുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഒരു 100 മീറ്ററോളം അങ്ങോട്ടേക്ക് എത്താനുണ്ട്. അതിനായി കൈവരിയോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയ ഈ പാതയിലൂടെ വേണം ഇറങ്ങിച്ചെല്ലാൻ. ഒരു 50 മീറ്റർ നടക്കുമ്പോൾ തന്നെ ഈ തൊട്ടടുത്തായി കുത്തിയൊലിക്കുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന സ്രോതസ്. നടക്കുമ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദം കൂടിക്കൂടി വരുന്നതായി കേൾക്കാം. നടന്നെത്തി നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച ദേ ഇതാണ്. ഈ സ്വർഗതുല്യമായ കാഴ്ചയെ വർണ്ണിച്ചും വിവരിച്ചും ഞാൻ അതിൻ്റെ യഥാർത്ഥ ഭംഗി കളയുന്നില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റഡ് സെൽഫി പോയിന്റ്. ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളച്ചാട്ടം വരുത്തി ഇവിടെ ഒരു സെൽഫി എടുക്കാതെ ആരും പോകാറില്ല. തൊട്ടടുത്ത് ചെറിയ ചെറിയ കൂൾബാറുകളുണ്ട്. അവിടുന്ന് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സും കുടിച്ച് ഈ സൗന്ദര്യം ഒറ്റ ഫ്രെയിമിൽ കാണുന്ന ഒരനുഭവം ഇവിടെ വരുന്ന സഞ്ചാരികളുടെ മനസ്സിൽ കളർഫുള്ളായി കിടക്കും. അതെനിക്ക് ഉറപ്പാണ്. അടിയോളം ഉയരവും 120 അടിയോളം ചുറ്റളവിൽ അർദ്ധവൃത്താകൃതിയിൽ പതഞ്ഞൊഴുകുന്ന ഇത് ട്രെബിസാറ്റ് നദിയാണ്. 20ഓളം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് ഈ ക്രാവിച്ച വാട്ടർഫോൾ. കാടൊരു രാജകുമാരിയെ പോലെ ഒഴുങ്ങി നിൽക്കുമ്പോൾ കിരീടമായിതാ ഒരു മഴവില്ല് കൂടി. എത്ര നോക്കി നിന്നാലും മതിവരാത്ത ആ ദൃശ്യങ്ങൾ ക്യാമറയിൽ ഒരു 50% എങ്കിലും പകർത്താൻ പറ്റുമോ എന്ന ടെൻഷനിലായി തുടങ്ങി ഞങ്ങൾ. യൂറോപ്പിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഈ ക്രാവിച്ച വാട്ടർഫോൾ ഇവിടുത്തെ ഒരു കൗൺസിലറിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയായി 120 മീറ്റർ പരന്നു കിടക്കുന്ന തടാകത്തിന് സീസൺ അനുസരിച്ച് വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് വരെ പോകാൻ ബോട്ടിംഗ് സൗകര്യമുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. തിരിഞ്ഞു നടക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെയും പക്ഷികളുടെയും ശബ്ദം ആവേശത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങോട്ടേക്കുള്ള 100 മീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗകര്യപ്രദമായ ടോയ് ട്രെയിൻ ലഭ്യമാണ്. 2 മാർക്കാണ് പെർ ഹെഡ് ഈടാക്കുന്നത്. ക്രാവിച്ച വാട്ടർഫോളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു മോസ്റ്റാർ പിക്നിക് സ്പോട്ടുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.